കണ്ണപ്പ ഒരു ഹിന്ദു മിത്തളോജിക്കൽ സിനിമയാണ്. ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് തിന്ന എന്നു പേരുള്ള വേട്ടയാടി ജീവിക്കുന്ന കുലത്തിൽ ജനിച്ച് ജീവിതത്തിൻ്റെ ഭൂരിഭാഗം കാലവും ഒരു നിരീശ്വരവാദിയാണ്. നിരീശ്വരവാദിയായിരിക്കുന്ന ഈ തിന്ന എങ്ങനെ ഒരു കടുത്ത ശിവഭക്തനായി മാറി എന്നതും മോറോവർ ജ്ഞാനി എന്ന് വിശ്വസിക്കുന്ന സ്വയം സവർണൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ മുമ്പിൽ വെച്ച് ഞാനാണ് യഥാർത്ഥ ശിവഭക്തൻ എന്ന് തെളിയിച്ച് അൾട്ടിമേറ്റ് സാക്രിഫൈസ് ഒക്കെ ചെയ്ത് ശിവ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുന്ന കണ്ണപ്പയുടെ കഥയാണ്. അപ്പോൾ ഈ ശിവ ഭക്തനായി മാറുന്നതിന് മുമ്പുള്ള ഈ കണ്ണപ്പയുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവബഹുലമായ കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രണയമുണ്ട്, യുദ്ധമുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മളെ തീരെ, തീരെ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിലല്ല ഈ കണ്ണപ്പ എന്നുള്ള സിനിമയിൽ വരുന്നത്. പിന്നെ ഈ സിനിമയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിലെ ഗസ്റ്റ് റോളാണ്. ഗസ്റ്റ് റോൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ശിവൻ്റെ ഓരോരോ വേർഷൻസ് ആയിട്ടാണ് വരുന്നത്. അതിനകത്ത് ലാലേട്ടൻ്റെ പോർഷൻ 5 മിനിറ്റിൽ താഴെയേ ഉള്ളൂ. അതും കാര്യമായിട്ടൊന്നും ഇമ്പ്രസ് ചെയ്യുന്നില്ല. പ്രഭാസിൻ്റെ റോൾ തമ്മിൽ ഭേദം കൊള്ളാം എന്നുള്ളതാണ്. അക്ഷയ് കുമാറും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ സിനിമയിലെ പ്രധാനപ്പെട്ട ഇമോഷൻ അത് വർക്കാവുന്നില്ല. ഈ സിനിമയിലെ മെലോ ഡ്രാമ അത് നല്ല രീതിയിൽ ബോറടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതിലെ ഡ്രാമ അത് വർക്കാവുന്നില്ല. ഇതിലെ ആക്ഷൻ ഒട്ടും ത്രില്ലിംഗ് അല്ല. ഇതിലെ ഇമോഷൻ ഒട്ടും കണക്റ്റ് ആവുന്നില്ല. അങ്ങനെയൊക്കെ എന്തിനോ വേണ്ടിയിട്ടുള്ളൊരു സിനിമ. ഇതിൻ്റെ ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത് ഇതിൽ ഭക്തി, അതായത് ഒരു അവിശ്വാസി എങ്ങനെ വിശ്വാസിയായി എന്ന് പറയുന്നതാണ്. പക്ഷേ ഇതിനകത്ത് അതൊന്നും തീരെ കൺവിൻസിങ് അല്ലാത്ത ഒരു ഭക്തി സിനിമയിൽ ഈ ഭക്തി എലമെൻറ്റ് വളരെ ക്രിഞ്ചായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി ഈ സിനിമയിൽ കാണുന്നത്. അങ്ങനെയുള്ളൊരു സിനിമയാണ് കണ്ണപ്പ.